നമ്മൾ ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും രാവിലെ നമ്മൾ വരുന്ന ഇത്രയും വർക്ക് ചെയ്യുന്ന എന്നിട്ട് കമ്പനിയെ അപ്രീഷിയേറ്റ് ചെയ്യും. നമസ്കാരം, സിംപ്ലിഫൈവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതുവരെ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ലോജിക്കലി ഒന്ന് നോക്കണം. നമ്മൾ ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും രാവിലെ നമ്മൾ വരുന്ന ഇത്രയും വർക്ക് ചെയ്യുന്ന എന്നിട്ട് കമ്പനിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, കമ്പനി നമ്മളിൽ വെക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, അത് മീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ദ ടിപ്പ് നമ്പർ 2 ഇസ് ട്രാക്ക് യുവർ കോൺട്രിബ്യൂഷൻ. എന്നിട്ട് അത് കമ്പനി എക്സ്പെക്റ്റേഷൻ ആയിട്ടും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ ആയിട്ടും താരതമ്യം ചെയ്ത് നോക്കണം. ഇത് രണ്ടും നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം അതിനെക്കാട്ടിലും കൂടുതൽ കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, ദെൻ നമ്മൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഇമോഷണലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പണിയെടുക്കുന്നതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് ട്രാക്ക് ചെയ്ത് കമ്പനി എക്സ്പെക്റ്റേഷനും നമ്മുടെ എക്സ്പെക്റ്റേഷനായിട്ട് മേർജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും, കമ്പനി എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവിടെ പ്രൊഫഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും നടക്കുന്നില്ല. പകരം നമ്മളുടെ കാലിബർ നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു ഹാപ്പി വർക്കിംഗ് എൻവയറൺമെന്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.